പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ. നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. ഉറപ്പിക്കണ്ടേ എന്നാ നിറയ്ക്കായ എന്നെ ഈ അനുഗ്രഹീതമായ രാത്രിയിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഈ സ്ഥലം സഭയിൽ കർത്താവിൽ അധ്വാനിക്കുന്ന ബഹുമാന്യ ദൈവവൃത്തിനോട് ചേർന്ന് ഈ പ്രത്യേക കൂടിവരവിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് മിനിറ്റുകളായിരിക്കത്തക്ക വിധത്തിൽ ദൈവം ഒരുക്കിയ വലിയ പ്രതീക്ഷയോടെ പ്രിയപ്പെട്ട മകൻ ജസനെ നേരിട്ടൊന്ന് കാണണം എന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഇത്രയും യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേരുവാനായിട്ടിടയായത്. ഈ പ്രാവശ്യം ഈ യോഗ ക്രമീകരണങ്ങൾ ചെയ്തപ്പോൾ ബിജു പാസ്റ്ററോട് ഞാൻ ആ കാര്യം പറഞ്ഞിരുന്നു. എന്തു തന്നെ തിരക്കായിരുന്നാൽ തന്നെയും ഇവിടെ കടന്നു വന്ന് ഞങ്ങളുടെ പ്രിയ മകനെ ഒന്ന് കാണുക. കാരണം അതുപോലെയുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. കർത്താവിദാസൻ പ്രിയ ജേക്കബ് ജോർജ് പാസ്റ്ററുടെ മകൻ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ പ്രിയപ്പെട്ടവൻ അധ്വാനിച്ച സ്ഥലത്ത് ഇന്നലെയൊക്കെ യോഗത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ ദൈവം ഇടയാക്കി. പ്രിയപ്പെട്ടവര് ബിജു ചെറിയാൻ പാസ്റ്റർ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഞാനുമായിട്ട് ഇവിടെ കടന്നു വരുവാൻ ദൈവം അവസരം ഒരുക്കിയത്. മറക്കാൻ കഴിയാത്ത ആത്മബന്ധമുള്ള ദൈവഭക്തന്മാരാണ്. പ്രത്യേകിച്ച് പ്രിയ മനോജ് പാസ്റ്റർ, എനിക്ക് അദ്ദേഹത്തോട് കൂടെ പാർത്ത് ദൈവവചനം അവസരം ഉണ്ടായിട്ടുണ്ട്. എന്റെ ക്രിസ്തീയ ശുശ്രൂഷയിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആത്മബന്ധമുള്ള ദൈവഭക്തന്മാർ ചിലരാണ് ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങൾ. റാന്നി ടൗൺ ചർച്ചിനുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ പ്രിയ കർത്തൃദാസൻ പ്രിയ സോണി, ഇങ്ങനെ ഒരുമിച്ച് ഒരു കൂട്ടായ്മ ദൈവം ഒരുക്കിയത് വലിയ ഭാഗ്യമായിട്ടാണ്. അത്രമാത്രം ആത്മബന്ധമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിൻസ് ബ്രദർ, ദൈവത്തിന് സ്തോത്രം. പ്രിൻസ് ബിൻസന് ഞങ്ങളുടെ സഹോദരങ്ങളാണ്. ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ മകനു വേണ്ടി പ്രാർത്ഥിച്ച രംഗങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ വിശദീകരിക്കാൻ പോയാൽ എനിക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. അത്രമാത്രം ഞങ്ങൾ മാനസികമായി തകർന്നു പോയ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ ഒരു ശനിയാഴ്ച രാത്രി ഗാഢമായിട്ട് ഉറങ്ങി പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേൽക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു ദർശനം കാണുകയാണ്. ചില പ്രത്യേക നിയോഗങ്ങൾ കാണുമ്പോൾ ആ നിയോഗങ്ങളുടെ പുറകിൽ
ചില പ്രത്യേക സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇങ്ങനെ കാണുകയാണ്. അതും ഞെട്ടിപ്പിക്കുന്ന ഒരു രംഗമായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ സെമിട്രിയുടെ ഭാഗത്തേക്ക് ശവമടക്ക് ക്രമീകരണങ്ങൾക്ക് വേണ്ടി ആളുകൾ ഇറങ്ങി വരുന്നു. ഒരു ശവപ്പെട്ടിയുടെ മേൽമൂടി എന്റെ പുറകിൽ ആളുകളിൽ ഒരാൾ കൊണ്ടുവരുന്നു. പക്ഷെ ശവപ്പെട്ടിയില്ല, അതിന്റെ മേൽമൂടി മാത്രമേ ഉള്ളൂ. ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഇത് എവിടെ വെക്കണം എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടത് കാണുന്നത് പോലെ പറഞ്ഞു, ജീവിച്ച പൂർത്തീകരണത്തിൽ എത്തിയിട്ടില്ലല്ലോ, സമയമായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്നൊരു ശബ്ദം, മതില് കെട്ടി പ്രാർത്ഥിക്കുക. മുൻപിലുണ്ട്. അത് ഒരു ശനിയാഴ്ച രാത്രി വെളുപ്പിന് ഞായറാഴ്ച രാവിലെ ഉണർന്നു വരുമ്പോഴാണ്. അന്ന് പകലത്തെ ആരാധനാ യോഗത്തിൽ ഈ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞു. കാരണം ആ കൂട്ടത്തിൽ ഞാൻ ഈ കാഴ്ചയിൽ ഒരു പ്രത്യേകതയുണ്ടായത്, ഈ പെട്ടിയുടെ മേൽമൂടിയിലേക്ക് നോക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രത്യേകം ചരിച്ചെഴുതിയ വിധത്തിലുള്ള വെളിയിൽ നിന്ന് വന്ന ബോക്സ് പോലെയുള്ള ഒരു രംഗമാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ സഹോദരങ്ങൾ, പ്രിയ സോണി ബ്രദറൊക്കെ, കർത്താവിന്റെ ദാസൻ സോണി പാസ്റ്റർ, ഞാൻ എന്റെ കൂടെ വളർത്തിയ, എന്റെ സ്വന്തം നെഞ്ചിലിട്ട് വളർത്തിയതുപോലെയുള്ള ആത്മബന്ധമാണ് ഞങ്ങൾക്കൊക്കെ തമ്മിലുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഇവരെയൊക്കെ പ്രാർത്ഥനയിൽ സഭ വഹിക്കാത്ത ദിവസങ്ങളില്ല. അത്രമാത്രം വലിയൊരു ബന്ധത്തിന്റെ മതിലുകൾക്കകത്താണ് ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ നിലകൊള്ളുന്നത്. ഞാൻ പറഞ്ഞു, നമ്മുടെ സഹോദരങ്ങളിൽ ആർക്കോ അപ്രതീക്ഷിതമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകാൻ പോകുന്നു, ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ശക്തമായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് ഒരു വീട്ടുപ്രാർത്ഥനയാണ്. ആ വീട്ടുപ്രാർത്ഥനയുടെ ദിവസം ഇത് പറഞ്ഞതിന് ശേഷം അവിടെയുള്ള സകല ദൈവമക്കളും ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് പ്രിയ മകന്റെ മാതാവ് ജെസി ആന്റി അവിടെ ഇരുന്നു കൊണ്ട് ആ വിവരം മനസ്സിലാക്കി 3 ദിവസം, ഇത് കഴിഞ്ഞുള്ള 3 ദിവസം പൂർണ്ണമായിട്ട് ഉപവസിക്കുവാൻ സമയമെടുത്തു. കേട്ടവരൊക്കെ തങ്ങളുടെ കുടുംബങ്ങളെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥന തുടർന്നു. വ്യാഴാഴ്ച രാത്രി യോഗമെത്തി. ഈ വ്യാഴാഴ്ച രാത്രി യോഗത്തിൽ അതിശക്തമായി ഞങ്ങൾ ഈ ദൈവിക നിയോഗത്തെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്നാൽ ആ സമയമാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനൊരു പ്രത്യേക അനർത്ഥത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്കൊരു ബോധ്യമുണ്ടായിരുന്നു, ദൈവം ഒരു മുന്നറിയിപ്പ് തന്നെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിച്ച് ഞാൻ ചോദിക്കുമ്പോൾ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. വെന്റിലേറ്ററിലായിരിക്കുന്ന സാഹചര്യത്തിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായി. അന്നത്തെ വെള്ളിയാഴ്ച പകൽ അവിടെ പ്രാർത്ഥന നടന്നില്ല, കരച്ചിൽ മാത്രമേ നടന്നുള്ളൂ. ഏറ്റവും മുൻപിൽ ഒരു 70-ഓളം വിശ്വാസികൾ, 80ഓളം വിശ്വാസികൾ വെള്ളിയാഴ്ച പ്രാർത്ഥന വരുന്നു. ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവരാരും തന്നെ കരയാത്തവരില്ല. എല്ലാ നിലകളിലും ദൈവസന്നിധിയിൽ കൂട്ടമായി കരയുന്ന രംഗമായിരുന്നു. പ്രിയ ജെയിംസ് ആനും ജെസ്സി ആന്റിയും ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് പ്രാർത്ഥനയ്ക്ക് പോലും കടന്നു വരാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. പ്രസംഗങ്ങളെല്ലാം മാറ്റിവെച്ച് ഞങ്ങൾ എല്ലാവരും ഏറെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൃപയാൽ ഇത്രയും ആരോഗ്യത്തോടെ ഞങ്ങളുടെ പയ്യനെ ഇവിടെ വന്ന് കാണാനിട, രാത്രിയോടെ വന്ന് കാണാനിടയായതിൽ ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഞാൻ ഈ പ്രാവശ്യം മടങ്ങി ചെല്ലുമ്പോൾ ഞങ്ങൾ മറ്റുള്ളവരോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം ഞങ്ങൾ തമ്മിൽ കാണാൻ ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. എത്രത്തോളം ആരോഗ്യത്തോടെ, എത്രത്തോളം സൗഖ്യത്തോടെ, യാതൊരു അസ്വസ്ഥതകളുമില്ല. ആദ്യമായി വെന്റിലേറ്റർ കണക്ഷൻ മാറ്റിയതിന്റെ സമയം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവൻ ശ്വാസമെടുത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നത് കേട്ട് സത്യത്തിൽ പറഞ്ഞാൽ ഒരു വശത്ത് ചങ്ക് തകർന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചു വെച്ചത്. എന്നാൽ ദൈവം സാഹചര്യങ്ങളെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ കരം എല്ലാറ്റിനായും നമുക്ക് ദൈവത്തിന് ശബ്ദം. ഇന്ന് രാത്രി ദൈവം നമുക്ക് ഇങ്ങനൊരു കൂടിവരവ് നൽകിയല്ലോ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ പട്ടണത്തിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഒത്തിരി അഭിമാനമുണ്ട്.
കർത്താവിൻ ദാസൻ പ്രിയ സോണിയെ സംബന്ധിച്ച് അദ്ദേഹത്തോട് കൂടെ കഴിഞ്ഞിരുന്ന ആളുകൾക്ക് പുറകിൽ പാർത്ത് അവിടെയുള്ള കൂടിവരവിന്റെ നിലവാരം മനസ്സിലാക്കി ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. അതൊക്കെ വാക്കുകൾക്ക് അതീതമായ ആത്മബന്ധവും കടപ്പാടുകളുമാണ്. ഇങ്ങനെ ഒരുമിച്ച് ദൈവം നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി ദൈവത്തിന് സ്തോത്രം. ഇത്രയും ദൂരമുള്ള യാത്രയിൽ ഈ പ്രഭാഷണത്തിന് വേണ്ടി മാത്രം എത്തിച്ചേർന്നിരിക്കുന്ന സാഹചര്യത്തിൽ പ്രിയ ബിജു പാസ്റ്ററുടെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്താൽ നല്ല രാത്രിയിൽ പ്രിയ മകൻ എന്റെ കൂടെ പറഞ്ഞു, പാസ്റ്ററെ, ബിജു പാസ്റ്റർ ഒറ്റയ്ക്കാണ് ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ തുടങ്ങുന്നത്, ഞാനും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യാം. വളരെ ആത്മാർത്ഥതയോടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് ദൈവം നൽകിയ കൂട്ടായ്മ ജീവിതത്തിന്റെ ഭാഗ്യമായി കരുതുകയാണ്. ആത്മാർത്ഥതയോടെ ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ പിന്തുണയിലായിരിക്കുന്ന സഹോദരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ക്രൂശ് മുഖാന്തരം നിത്യതയോളം നീണ്ടു നിൽക്കുന്ന വലിയ ബന്ധം ദൈവം നമ്മുടെ ഹൃദയത്തിൽ പകർന്നത് ഓർത്ത് നമുക്ക് കരങ്ങളെ ഉയർത്തിക്കാം. ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രിയ ജസന് വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ. ജസന് എഴുന്നേറ്റ് വന്നാണ്. എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥനയിൽ പോരാടാൻ ചില മിനിറ്റുകൾ നമുക്ക് ഒന്നിച്ച്. അവന്റെ മാതാപിതാക്കൾക്ക് അവൻ ഏക മകനാണ്. ആ കുടുംബത്തിന്റെ പ്രതീക്ഷ ഇവനാണ്. അവന്റെ വിവാഹം നടത്തിയത് ഞാനാണ്. അവന്റെ സ്നാന ക്രമീകരണങ്ങൾ ചെയ്തത് ഞാനാണ്. അവനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചത് ഞാനാണ്. എന്റെ വിശ്വാസയാത്രയിൽ ഞങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹമാണ് പ്രിയ ജസൻ. അവന്റെ മേൽ ഒരു വിധത്തിലും ദുഷ്ടന്റെ കരം കുടുംബത്തെ ദൈവം മാനിക്കണം. അവനെതിരെ ഉയർന്ന ബലഹീനതകളുടെ മേൽ അസാധാരണ ദൈവങ്ങളുടെ വ്യാപാരം എല്ലാ പ്രിയപ്പെട്ടൊരു വലങ്കരങ്ങളും ഉയർന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഇന്ന് രാത്രി നിന്റെ ദാസന്മാരായ ഞങ്ങൾ ഒന്നിച്ചു വളരെ ദൂരം നിന്റെ ഭൃത്യന്മാരോടൊപ്പം യാത്ര ചെയ്ത് ഞങ്ങൾക്ക് ഈ പ്രിയപ്പെട്ട ഭവനത്തിൽ കടന്നു വന്ന് ഞങ്ങളുടെ പൈതലിനെ ആരോഗ്യത്തോടെ കണ്ട് എന്നെ മഹത്വപ്പെടുത്തുവാൻ നൽകിയ ഭാഗ്യത്തിനായി ഞങ്ങൾ കണ്ണുനീരൊഴുക്കിയ, ഞങ്ങൾ ഉള്ളിന്റെ ഉള്ളുകൊണ്ട് പൊട്ടിക്കരഞ്ഞ സന്ദർഭം ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുകയാണ്. രംഗങ്ങൾക്ക് മാറ്റം വരുത്തി, അനർത്ഥങ്ങളെ നീ വഴിമാറി, അപകടങ്ങളെ നീ റദ്ദാക്കി ദാസൻ രണ്ടാം ജന്മം നൽകിയതോർത്ത് ഞങ്ങൾ ഇന്ന് രാത്രി തിരുമുഖത്തേക്ക് നോക്കി നന്ദികരേറ്റുകയാണ്. നീ അവന്റെ ആരോഗ്യത്തെ മാനിക്കണമേ, അവന്റെ കുടുംബത്തെ മാനിക്കണമേ, അവന്റെ തലമുറയെ മാനിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനും പുത്രൻ തമ്പുരാന്റെ ദിവ്യാനുഗ്രഹങ്ങളും ശക്തനായ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിനും നടത്തിപ്പിനും പരിശുദ്ധ തൃത്വനാമത്തിൽ നിന്റെ മക്കളായ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് നിയമരക്തത്തിൽ ആശ്രയിച്ച് നിങ്ങളുടെ മകനെ ഈ സമയം തന്നെ അസാധാരണ കരങ്ങളത് ഉയർത്തി കർത്താവിന് സ്തോത്രം. ദൈവം എല്ലാ നിലകളിലും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അല്പ മിനിറ്റുകൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. നമ്മെ രക്ഷയിലേക്ക് നയിച്ച ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ നമുക്ക് പറയാം, നമ്മെ രക്ഷയിലേക്ക് നയിച്ച ഘടകം ജീവന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനമാണ് നമ്മെ രക്ഷയിലേക്ക് നയിച്ചത്. അപ്പോൾ തന്നെ
വചനത്തിന്റെ മജ്ഞയും മാംസവും മേധസ്സും പൂണ്ട രൂപമാണ് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്. അങ്ങനെയാണെങ്കിൽ വചനത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നത് ജീവിതത്തിന്റെ ഭാഗ്യമാണ്. മറ്റെന്തിലും സന്തോഷിക്കുന്നതിനേക്കാൾ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ സന്തോഷിക്കാൻ കഴിയണം. ഇന്ന് രാത്രി തിരുവഴുത്തിലെ ഒരു പ്രത്യേക വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേഗം ഞാൻ ഒന്ന് കൊണ്ടുവരികയാണ്. നമുക്കറിയാം, ഇത് ഒരു പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഇത് നമുക്ക് ദൈവത്തിന് മഹത്വം അർപ്പിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ജസന് ദൈവം കൊടുത്ത ആ വിടുതൽ എന്ന് പറയുന്ന ഒരു സാധാരണ വിടുതലല്ല, അനേക ദൈവമക്കളുടെ കണ്ണുനീരിന്റെ വിടുതൽ. ഇവിടെ പ്രാർത്ഥിക്കാൻ ഒരു പറ്റം ദൈവമക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ഈ പടി കയറുമ്പോൾ എന്റെ ഹൃദയത്തോട് ദൈവത്തിന് ആത്മാവ് നൽകിയ നിയോഗം പ്രാർത്ഥനയെ കുറിച്ച് തന്നെ ചില വാക്കുകൾ പങ്കുവയ്ക്കണം എന്ന്. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. യേശുക്രിസ്തു പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞതിന്റെ അത്രയും പ്രാധാന്യം മറ്റൊരാളിന്റെയും വിശകലനത്തിലില്ല. മലയാള ഭാഷയിൽ പ്രാർത്ഥന എന്ന വാക്കിന്റെ നേരിട്ടുള്ള അർത്ഥം എന്താണ് എന്ന് പറയാമോ? മലയാള ഭാഷയിൽ പ്രാർത്ഥന എന്ന വാക്കിന്റെ നേരിട്ടുള്ള അർത്ഥം. സ്തോത്രം. പ്രാർത്ഥന എന്ന വാക്കിന്റെ നേരിട്ടുള്ള അർത്ഥം. മലയാള ഭാഷ സംസ്കൃതത്തോടും തമിഴിനോടും ഏറ്റവും ഇഴയടുപ്പമുള്ള ഭാഷയാണ്. ഈ നമ്മൾ പറയുന്ന പല ഭാഷകളുടെയും വേര് എത്തിച്ചേരുന്നത് സംസ്കൃതത്തിലും തമിഴിലുമാണ്. സംസ്കൃതവും തമിഴും ഒരുമിച്ച് രൂപം കൊണ്ട ഭാഷയാണ്. മലയാളത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്തെല്ലാം പഴയ മലയാള ലിപികൾക്കകത്ത് സംസ്കൃതത്തിന്റെ ബന്ധങ്ങളുണ്ട്. ഇപ്പോ വിവാഹം, വി എന്നത് സംസ്കൃതത്തിൽ വിശുദ്ധം, വിശേഷത എന്നും, വാഹം എന്നതിന് വഹനം, വഹിക്കൽ എന്നുമാണ്. സ്തോത്രം. വിവാഹം എന്നാൽ വിശുദ്ധമായ വഹനം എന്നാണ് നേരിട്ടുള്ള അർത്ഥം. വിവാഹം വിശുദ്ധമായ വഹനം. അപ്പോൾ തന്നെ മരണം സംസ്കൃതത്തിൽ മാ എന്നാൽ തീരുക എന്നാണ്. രണം എന്നാൽ യുദ്ധം എന്നാണ്. മരണം എന്നാൽ യുദ്ധം തീരുക എന്നാണ്. അപ്പൊ പെട്ടിക്കകത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്നത് കാണുമ്പോൾ മനസ്സിലാക്കിക്കോണം, 60-70 വർഷത്തെ യുദ്ധം തീർന്നു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷയ്ക്കകത്ത് പോലും ഒരുപാട് അർത്ഥങ്ങൾ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. സ്ഥലങ്ങൾക്ക് അർത്ഥമുണ്ട്. ഞങ്ങളൊക്കെ അഭിമാനത്തോടെ പറയും റാന്നി. റാന്നി എന്നല്ല, റാണി എന്നാണ്. മലനാട്, ഇടനാട്, തിടനാട് എന്ന 3 സ്ഥലങ്ങളായിരുന്നു ഞങ്ങളുടെ ഭാഗം. മുണ്ടക്കയം മുതൽ ഇങ്ങോട്ടുള്ള ഭാഗം മലനാട്. ഞങ്ങളുടെ ഭാഗം ആ മലനാട് അവസാനിക്കുന്ന ഭാഗമാണ്. ഇതിന് കോഴഞ്ചേരി കഴിഞ്ഞാലുള്ള ആ സമതല പ്രദേശം ഇടനാടാണ്. ഇനിയും ആലപ്പുഴയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ അത് തിടനാട്, തീരനാടാണ്. മലനാട്, ഇടനാട്, തിടനാട്. ഇതിൽ മലനാടിന്റെ റാണി എന്ന സ്ഥലപ്പേരാണ് റാണി 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 ലോപിച്ചു വന്ന് റാന്നി ആയതാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോന്നിനും അർത്ഥമുണ്ട്. ഇതുപോലെ നമ്മളൊക്കെ മിക്കവാറും പറയും വേദന. വേദനയുടെ വിഭജനാർത്ഥം അറിയാമോ? വേദ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അറിവ് എന്നാണ്. ഋഗ്വേദം, യജുർവേദം, അധർമ്മവേദം, സാമവേദം എന്ന് പറഞ്ഞാൽ വേദം, അറിവ്. ന എന്നാൽ സംസ്കൃതത്തിൽ അർത്ഥം ഇല്ല എന്നാണ്. വേദന എന്ന് പറഞ്ഞാൽ അറിവില്ല എന്നാണ്. ആ വിഷയത്തെ കുറിച്ച് അറിവില്ലാത്തതാണ് വേദന. വേദ അധികം ന സമം വേദന. ഇതുപോലെ പ്രാർത്ഥന എന്ന വാക്കിന്റെ അർത്ഥം പ്രഹഷേണ അധികം അർത്ഥന സമം പ്രാർത്ഥന. പ്രഹഷേണ എന്ന് പറഞ്ഞാൽ പ്രത്യേകതയുള്ള, അർത്ഥന എന്ന് പറഞ്ഞാൽ അപേക്ഷ, പ്രത്യേകതയുള്ള അപേക്ഷ, അതാണ് പ്രാർത്ഥന. ഇന്ന് രാത്രിയിൽ നമ്മൾ സാധാരണ അപേക്ഷയ്ക്കല്ല ഇരിക്കുന്നത്, പ്രത്യേകതയുള്ള അപേക്ഷയ്ക്കാണ്. ഈ രാത്രി ഓർക്കുക, പ്രാർത്ഥനയെ സംബന്ധിച്ച് എന്താണ് പ്രാർത്ഥന?
എങ്ങനെ പ്രാർത്ഥിക്കരുത്, എങ്ങനെ പ്രാർത്ഥിക്കണം, ഈ വിഷയത്തെക്കുറിച്ച് യേശു ക്രിസ്തു പഠിപ്പിച്ച ഏറെ ശ്രദ്ധേയമായ ചില ഭാഗങ്ങൾ ഒന്ന് ഓർപ്പിക്കാം. മത്തായി സുവിശേഷത്തിലേക്ക് വരാം. 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യവും 9-ാമത്തെ വാക്യവും. മത്തായി സുവിശേഷം എല്ലാവരും എടുക്കണം. പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമ്മുടെ ഉള്ളിലേക്ക് അതൊന്ന് പതിയുക. മത്തായി 6:5, 6:9 വായിച്ചാട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രാർത്ഥനയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മതത്തിന്റെ 3 ചടങ്ങുകൾ എടുത്തു വയ്ക്കുകയാണ്. ഏത് മതത്തിനും ചടങ്ങുകളുണ്ട്. ബുദ്ധമതത്തിനും ജൈനമതത്തിനും പാഴ്സി മതത്തിനും സിഖ് മതത്തിനും ഇസ്ലാം മതത്തിനും വേദങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഗീതകൾ, സ്മൃതികൾ ഇവ ആചരിക്കുന്ന ഹൈന്ദവ സംസ്കാരത്തിനും എല്ലാ മതചടങ്ങുകളുണ്ട്. എന്നാൽ എല്ലാ മതചടങ്ങുകൾക്കും മാറ്റം കൂടാതെ പാലിക്കുന്ന 3 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ ഘടകം ദാനങ്ങൾ നൽകുക, ഭിക്ഷ കൊടുക്കുക. രണ്ടാമത്തെ ഘടകം പ്രാർത്ഥന ഉയർത്തുക. മൂന്നാമത്തെ ഘടകം വ്രതമനുഷ്ഠിക്കുക അഥവാ ഉപവസിക്കുക. ഈ 3 ഘടകങ്ങളും ക്രിസ്തീയ സഭയ്ക്കുമുണ്ട്. അതിൽ രണ്ടാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ വാക്യം 6:2. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ. ഇനി 6:5. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ 6:16. നിങ്ങൾ ഉപവസിക്കുമ്പോൾ. അപ്പോൾ 3 കാര്യങ്ങൾ ആ കാലഘട്ടത്തിലെ പരീശ സമൂഹം ചെയ്തത് മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടിയാണ്. അവരുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശം മറ്റുള്ളവർക്ക് വിളങ്ങുക. അവരുടെ ഭിക്ഷ കൊടുപ്പിന്റെ ഉദ്ദേശം മറ്റുള്ളവർക്ക് വിളങ്ങുക. അവരുടെ ഉപവാസത്തിന്റെ ഉദ്ദേശം മറ്റുള്ളവർക്ക് വിളങ്ങുക. എന്നാൽ യേശു ക്രിസ്തു പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിനല്ല പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ ഉയരത്തിലുള്ള മഹാദൈവത്തിന്റെ മുൻപിൽ പ്രകാശിക്കേണ്ടതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയിൽ നാം മറ്റുള്ളവർക്ക് വിളങ്ങാതെ ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന എനിക്ക് പ്രാർത്ഥിക്കണം. അഗ്നി ജ്വലിക്കുന്ന അവിടുത്തെ ദൃഷ്ടികൾക്ക് മുൻപിൽ എനിക്കൊരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ മാത്രം ആ വലത് കരങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നവർ മാത്രം കരങ്ങൾ അത് ഉയർത്തിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആത്മലോകത്തിൽ പ്രാർത്ഥന ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു കഴിഞ്ഞു. ഞാൻ ഒരിക്കൽ ഒരു മലയാളി കോൺഫറൻസിന് അമേരിക്കയിൽ പ്രസംഗിച്ചിട്ട് പ്രസംഗവേദിയിൽ നിൽക്കുകയാണ്. ഒരു 10,000-3000 പേരെങ്കിലും ആ മലയാളി കോൺഫറൻസിന് ഉണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന സമയത്ത് അതിന്റെ കൺവീനറിന്റെ അടുക്കലേക്ക് ഒരു മധ്യവയസ്കനായ അച്ചായൻ ഏറ്റവും പുറകിൽ നിന്ന് ഈറ്റപ്പുലി പോലൊരു വരവാ വന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, നിന്നെ കോൺഫറൻസിന്റെ കൺവീനറാക്കാൻ പേര് പറഞ്ഞത് ആരാന്നറിയാമോ? ഞാനാ. എനിക്ക് നീ ഇന്ന് വേദിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ സമയം തന്നു. വെച്ചിട്ടുണ്ട് ഞാൻ. ദൈവത്തിന് സ്തോത്രം. സത്യത്തിൽ കാനവച്ചൻ പറഞ്ഞതുപോലെ പ്രാർത്ഥനയ്ക്ക് സമയം കൊടുത്തില്ലെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയ കക്ഷിയോട് യോഗം കഴിഞ്ഞപ്പോൾ ഇപ്പൊ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞ് ഇവിടെ മൈക്കില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥനയെ കുറിച്ചുള്ള ധാരണകൾ മുഴുവൻ തെറ്റിപ്പോയിരിക്കുന്നു. മറ്റുള്ളവരുടെ മുൻപിൽ വിളങ്ങത്തക്ക വിധത്തിൽ പ്രാർത്ഥന ഒരുവരെ ചടങ്ങായി അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തോടുള്ള ബന്ധത്തെക്കാൾ മറ്റുള്ളവരുടെ മുൻപിൽ മണിപ്രവാള ശൈലിയിൽ പ്രാർത്ഥിച്ച് കയ്യടി വാങ്ങാനുള്ള ഒരു കൊതി പ്രാർത്ഥനയുടെ പുറകിൽ ത്വരയായി വ്യാപരിക്കുന്നു. എന്നാൽ ഇതിന് നടുവിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം, ദൈവമേ, രണ്ടാമതൊരാൾ അറിയാതെ എനിക്കൊരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. എനിക്കൊരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന് പറയുമ്പോ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ തടിയേലെ വെടി പോലെ ഉരുളയ്ക്കുപ്പേരി പോലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നെല്ലിക്കാച്ചാക്കിന്റെ കുത്തഴിച്ച് വിട്ടതുപോലെ പറയുന്ന പദപ്രയോഗങ്ങൾ കേട്ടാൽ
ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനായിരിക്കെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത കാണാൻ കഴിയാത്ത അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയും സകല ചെയ്യുന്നതിന്റെ ശക്തിയുള്ള കരത്താൽ വഹിക്കുന്ന എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി കഴിയുമ്പോ മോളിലിരിക്കുന്ന ദൈവം തമ്പുരാൻ മക്കളെ നിർത്തണേ ഞാൻ ഡിക്ഷണറി ഒന്ന് നോക്കിക്കോട്ടേടാ ഈ പറയുന്നതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ എന്ന് പറയത്തക്ക വിധത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്കറിയാം. പക്ഷെ ആ പ്രാർത്ഥനയൊന്നും ഇരിക്കുന്ന കൂരയുടെ മുകളിലോട്ട് പൊങ്ങില്ല. നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തെ ചലിപ്പിക്കണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന നരകത്തെ വിറപ്പിക്കണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന പാതാള ശക്തികളെ ആയുധം വെപ്പിക്കണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന ഇരുളിന്റെ അധികാരങ്ങളുടെ മേൽ ജയമെടുക്കണമെങ്കിൽ ആ പ്രാർത്ഥന വാക്ചാതുര്യത്തിന്റെ പ്രാർത്ഥനയാകരുത്. വിശുദ്ധന്റെ പ്രാർത്ഥനയാകണം. പ്രാർത്ഥിച്ച കർത്താവേ, എനിക്കൊരു വിശുദ്ധന്റെ ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്? വെളിപ്പാട് പുസ്തകത്തിൽ എടുക്കണ്ട ചില ഇടങ്ങളിൽ ആവർത്തിക്കുന്ന പ്രയോഗങ്ങളുണ്ട്, വിശദീകരിക്കുന്നില്ല. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. 8-ാം അധ്യായത്തിലുണ്ട്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ നിന്ന് ദൂതന്റെ കയ്യിൽ നിന്ന് കരേറി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്തൊരു ദൈവവൈതൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നക്ഷത്രഗോളങ്ങൾക്കപ്പുറത്ത് സിംഹാസനത്തിലേക്ക് പറന്നു കയറുകയാണ്. ഈ പ്രാർത്ഥനയുടെ വലിപ്പം അറിയാവുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി തിരിച്ചറിയണം. നാളെ നടത്താൻ ഇരുട്ടിന്റെ ശക്തികൾ ഒരുക്കി വെക്കുന്ന കണികളെ ഇന്ന് രാത്രി മുറിക്കാനുള്ള അധികാരം ഈ പ്രാർത്ഥനകളിൽ വ്യാപരിക്കുന്നു. പക്ഷേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിക്കുമ്പോ പ്രാർത്ഥിക്കുന്നതിൽ എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടാണ് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചത്. എങ്ങനെ പ്രാർത്ഥിക്കരുത്? നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞാൽ ഹിപ്പോക്രാറ്റ് എന്നാണല്ലോ ഇംഗ്ലീഷിൽ. അഭിനേതാവിനെ പോലെ, നടനെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നമ്മൾ അഭിനയിച്ചു പ്രാർത്ഥിക്കരുത്. ഈ അഭിനയ പ്രാർത്ഥന അത് വളരെ പ്രാധാന്യമുള്ള ഒരു ചിന്തയാണ്. അഭിനയ പ്രാർത്ഥന പലപ്പോഴും ഈ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ, സ്ഥിരമായി സഭയിൽ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ വാക്കുകൾ പരിശോധിച്ചാൽ ഒറ്റ വൊക്കാബുലറി തന്നെയായിരിക്കും അവരുടെ ഉള്ളിൽ അത് മെനഞ്ഞു വെച്ചിരിക്കുന്നത്. ഞാൻ ഒരു ഫിലിം ഉണ്ടാക്കാൻ അങ്ങ് തീരുമാനിച്ചെന്നിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ ജീവിത ചരിത്രം ഒരു ഫിലിം ആക്കണം എന്നൊരാഗ്രഹം. അങ്ങനെ ഓരോ അഭിനേതാക്കളെ കൃത്യമായി കണ്ടെത്തി കോൾ ഷീറ്റ് ഒപ്പുവെച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യോഹന്നാൻ സ്നാപകന്റെ റോൾ അഭിനയിക്കാൻ ഒരാളിനെ വേണം. എന്ന് പറഞ്ഞാൽ കഴുത്തു വെട്ടുന്ന സമയം ആ തലമുടിയുടെ അറ്റത്ത് കിടന്ന് ഈ കഴുത്ത് പിടയ്ക്കുന്നതും, സർപ്പസന്തതികളെ എന്ന മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുന്നതും, തീപാറുന്ന കണ്ണുകളോടെ പാപത്തിനെതിരെ ആഞ്ഞടിക്കുന്നതുമൊക്കെ സർഗപ്രതിഭയോടും അഭിനയ മികവോടും കൂടെ അവതരിപ്പിക്കണമെങ്കിൽ നല്ലൊരു അഭിനേതാവിനെ വേണം. ഊരു ചുറ്റി പലരെ പരിശ്രമിച്ചിട്ടും കിട്ടിയില്ല. അവസാനം ഒരു ഹോളിവുഡ് നടനുമായിട്ട് കോൾ ഷീറ്റ് ഒപ്പുവെച്ചു എന്നിരിക്കട്ടെ. ഒരു കാര്യം തെളിയിക്കാൻ വരിക. ഇയാൾ സ്ഥലത്ത് വന്നു. ഇയാൾ അഭിനേതാവാണ്. പുള്ളി നന്നായി അഭിനയിക്കും. ഏതായാലും അഭിനയം അങ്ങോട്ട് തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിപൊളി അഭിനയം. കണ്ടു നിൽക്കുന്നവരുടെ കണ്ണിൽ കവിൾത്തടം ഒഴുകി കരഞ്ഞു പോകും. അത്ര ഭംഗിയായി അഭിനയിച്ചു. അപ്പൊ ഇത് റെക്കോർഡ് ചെയ്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇയാൾ ഒന്നൊന്നര വിശുദ്ധനാ. സാധാരണ വിശുദ്ധനൊന്നും ഇത്രയും ഭംഗിയായിട്ട് അഭിനയിക്കാൻ പറ്റുകയില്ല. ഏതായാലും തിരക്ക് കഴിഞ്ഞ് ഇദ്ദേഹവുമായിട്ട് അല്പസമയം ഇരുന്ന് ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം എന്നാഗ്രഹിച്ച് തിരക്കൊക്കെ കഴിഞ്ഞ് ഈ യോഹന്നാൻ സ്നാപകന്റെ റോൾ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വിശുദ്ധന്റെ റോൾ അഭിനയിച്ച ആളിനെ വീട്ടിൽ പോയി കണ്ട് ജീവിതത്തെ കുറിച്ചൊന്ന് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിലവിൽ 4ാമത്തെ ഭാര്യയുടെ 5ാമത്തെ ഭർത്താവാണ്. ഇവിടെ 4ാമത്തെ ഭാര്യയുടെ 5ാമത്തെ ഭർത്താവിനും
ഏറ്റവും വലിയ വിശുദ്ധനായി ഇവിടെ അഭിനയിക്കാം. എന്നാൽ പരസ്യ ജീവിതത്തിന്റെ മാന്യതയേക്കാൾ രഹസ്യ ജീവിതത്തിന്റെ വിശുദ്ധി കാണുന്ന കണ്ണുകൾക്ക് മുമ്പിൽ അഭിനയമല്ല സ്വർഗം പ്രതീക്ഷിക്കുന്നത്. ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന ദൈവം പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു സ്വയ അഹങ്കാരമുണ്ട്. അതെല്ലാവർക്കും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മൾ ഇവിടെ എത്ര നാളുണ്ട് എന്നൊരു ചിന്ത നമ്മളെ ഭരിച്ചാൽ, സ്തോത്രം. കാനവച്ചനോട് ഒരാൾ ചോദിച്ചു, ചില സാഹചര്യമൊക്കെ അനുകൂലമായി എന്റെ മനസ്സിനകത്ത് വല്ലാത്ത അഹങ്കാരം തോന്നുന്നു, പരിഹാരത്തിന് എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉണ്ട്. കണ്ണടച്ചു കുഴി വെട്ടുന്ന ശബ്ദം കാണണം, കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. ആരുടെ? നിന്റെ തന്നെ. ഇത്രയ്ക്കിത്രയേ ഉള്ളൊരു ജീവിതം, ഇത് ക്ഷണികമാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവപൈതലെ, ഒരു ബയോപ്സി റിപ്പോർട്ടിന്റെ മുൻപിൽ കണ്ണൊന്ന് വളയം പിടിക്കുമ്പോൾ അടഞ്ഞുപോയാൽ തീരാനേ ഉള്ളൂ ഈ കൊച്ചായുസ് എന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവപൈതലിനകത്തുണ്ടെങ്കിൽ, ഈ ക്ഷണികമായ ആയുസിൽ ഒറ്റ കാര്യം ആഗ്രഹിക്കുക, വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്നും നേടിയില്ലെങ്കിലും, ഇവിടെ ഒന്നും വെട്ടിപ്പിടിച്ചില്ലെങ്കിലും, ഒരു സ്ഥാനവും അലങ്കരിച്ചില്ലെങ്കിലും, എനിക്കൊരു വിശുദ്ധന്റെ റോളിൽ എത്തണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി പറയണം, കർത്താവേ, എനിക്കൊരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വിശുദ്ധന്റെ പ്രാർത്ഥനയിൽ എങ്ങനെ പ്രാർത്ഥിക്കരുത്? അഭിനയിച്ചു പ്രാർത്ഥിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഒരു വിശുദ്ധന്റെ പ്രാർത്ഥനയിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം? ഈ പഴയ നിയമത്തിലെ ഒരു മലയും ഒരു വ്യക്തിയുമാണ് യഹൂദൻ ഏറ്റവും വലുത്. പുതിയ നിയമത്തിലെ ഒരു മലയും ഒരു വ്യക്തിയുമാണ് നമുക്ക് ഏറ്റവും വലിയത്. പഴയ നിയമത്തിലെ ആ മല സീനായി മലയും, പഴയ നിയമത്തിലെ ആ വ്യക്തി, പഴയ നിയമത്തിലെ മധ്യസ്ഥനായ മോശയുമാണ്. പുതിയ നിയമത്തിലെ ആ മല കാൽവറി മലയും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവുമാണ്. പഴയ നിയമത്തിലെ സീനായി കൊടുമുടിയിൽ ഇറങ്ങി വന്നവൻ ആരോ? അവൻ തന്നെ മനുഷ്യനായി ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിലൂടെ ഈ ഭൂമിയിൽ ജന്മം കൊണ്ട് ദൈവരാജ്യത്തിന്റെ പ്രവേശന യോഗ്യത വ്യാഖ്യാനിച്ചു നൽകുന്ന തങ്കലിപികളിൽ കുറിക്കേണ്ട സ്വർഗരാജ്യത്തിന്റെ മാഗ്ന കാർട്ടയാണ് മത്തായി സുവിശേഷം 5, 6, 7 ഈ 3 അധ്യായങ്ങൾ. ചരിത്ര പ്രസിദ്ധമായ ഗിരിപ്രഭാഷണം. ഞങ്ങളൊക്കെ ഒരുമിച്ചായിരുന്ന സന്ദർഭങ്ങളിൽ ആഴ്ചകളോളം നീണ്ടു നിന്ന തുടർച്ചയായ വചനധ്യാനത്തിൽ ഗിരിപ്രഭാഷണം തുടർച്ചയായി പഠിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. അതിലേറ്റവും കാമ്പും സത്തും പ്രാർത്ഥനയാണ്. പ്രാർത്ഥന. ആ പ്രാർത്ഥന എന്ന വിഷയത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രാർത്ഥനയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ പ്രാർത്ഥന. ക്രൈസ്തവ ലോകത്തിൽ ഏത് കൊച്ചു കുഞ്ഞിനും അറിയാവുന്ന പ്രാർത്ഥനയാണ് കർത്താവ് പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥന. പെന്തക്കോസ്തുകാരായ നമ്മളോട് ആൾക്കാർ ചോദിക്കാറുണ്ട്, നിങ്ങളെ കൊള്ളാം, നിങ്ങളെന്നാ ഈ കർത്തൃ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്തത് എന്ന് പറഞ്ഞാൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ അടുത്തിരിക്കുന്നവനെ അരച്ചു കലക്കി അരക്കപ്പാക്കി കെട്ടിയാൽ ഒറ്റ മൂന്നിനകത്താക്കാനുള്ള വിരോധം ഉണ്ടേനും. സ്തോത്രം. ഈ പറയുന്ന പ്രാർത്ഥനയ്ക്ക് യാതൊരു പ്രസക്തിയും അവിടെങ്ങും ഇല്ലെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളിത് കുറച്ച് പ്രാർത്ഥിക്കുന്ന ഏറ്റവും നല്ലത്. ദൈവത്തിന് സ്തോത്രം. കാരണം പലതും വിലയിരുത്തുന്ന സമയം ഒരു കാര്യം ഓർക്കുക, ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെങ്കിൽ ഈ പ്രാർത്ഥന വല്ലപ്പോഴും ഒന്ന് പ്രാർത്ഥിച്ചാൽ, നമ്മളെല്ലാം ചൊല്ലി അങ്ങ് പ്രാർത്ഥിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? പക്ഷെ ഇച്ചിരി പൊളിക്കും. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നൊക്കെ പറയുന്ന പ്രാർത്ഥനാ വാചകത്തിനകത്തെ ആഴം ഭയങ്കരമാണ്. അപ്പോൾ ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാകത്തക്ക വിധത്തിൽ, ഏത് സാധാരണക്കാരനും ഗ്രഹിക്കാവുന്ന വിധത്തിൽ
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എത്ര ധ്യാനിച്ചാലും ആഴം തീരാത്ത യേശു ക്രിസ്തുവിന്റെ ചരിത്ര പ്രസിദ്ധമായ പ്രാർത്ഥന, അത് കർത്തൃ പ്രാർത്ഥനയല്ല പ്രിയപ്പെട്ടവരെ, കർത്താവ് പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥനയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇന്ന് ക്രൈസ്തവ ലോകം ഇതിന് കൊടുക്കുന്ന പേര് കർത്തൃ പ്രാർത്ഥന എന്നാണ്. കർത്താവ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. ഇനിയും കർത്താവ് അങ്ങനെ ഇങ്ങനെ ഒന്നും ഇവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുമില്ല. സ്തോത്രം. കാരണം എന്തെന്ന് ചോദിച്ചാൽ 30 വെള്ളിക്കാശിന് വിൽക്കാൻ ഒരുത്തൻ പോക്കറ്റിൽ കാശുമായിട്ട് അടുത്തിരിപ്പുള്ളത് കൊണ്ടല്ല ഇരുന്ന് പ്രാർത്ഥിക്കാഞ്ഞത്. സ്തോത്രം. കാരണം ഉറങ്ങിപ്പോയി, ശരിയാ. പക്ഷെ അതിനെക്കാട്ടിൽ കർത്താവിന്റെ പ്രാർത്ഥനയിൽ ഇവരുടെ കൂടെ സാധാരണ ഇരുന്നിട്ടില്ല. എന്നാ കാര്യം പറയാം. അതിനകത്തൊരു വലിയ തത്വമുണ്ട്. ഇവര് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ പറയാൻ കർത്താവിനെ കൊണ്ട് പറ്റില്ല. കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ പറയാൻ ഇവരെ കൊണ്ടും പറ്റില്ല. ഇവര് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കും? ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പാപക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ പുരാതനകാല നിത്യത മുതൽ കാലിത്തൊഴുത്ത് വരെ പാപമില്ലാത്ത, കാലിത്തൊഴുത്ത് മുതൽ കാൽവറി വരെ പാപം ചെയ്യാത്ത, കാൽവറി മുതൽ ഇന്നയോളം പാപം അറിയാത്ത യേശുവിന് പാപം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് ഇവരുടെ കൂടിരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇനിയും ഇവരുടെ കർത്താവ് പ്രാർത്ഥിച്ചാൽ എങ്ങനെ പ്രാർത്ഥിക്കും? പിതാവേ, ലോകസ്ഥാപനത്തിനു മുൻപ് നിന്റെ അടുക്കലുണ്ടായിരുന്ന എന്റെ മഹത്വത്തിൽ എന്നെ മടക്കി കൈക്കൊള്ളണമേ. മനുഷ്യപ്പുഴുക്കളായ ഇവർക്ക് ഇതിന് ആമേൻ പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടും രണ്ട് ശൈലിയാണ്. പ്രാർത്ഥിക്കാൻ പോകുന്ന സമയം 9 പേരെ ഒരിടത്തിരുത്തും. അല്പം കൂടെ മുൻപോട്ട് കൊണ്ടുപോയി പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒരിടത്തിരുത്തും. കൂട്ടത്തിലിരുന്നല്ല പ്രാർത്ഥിക്കുന്നത്, വീണ്ടും ഒരു കല്ലേറോളം ദൂരം മാറിപ്പോയി യേശു കവിണ് വീണ് പ്രാർത്ഥിക്കും. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം എന്നതുപോലെ നമ്മുടെ കർത്താവ് പിതാവുമായി രാത്രിയുടെ യാമങ്ങളിൽ ഏകാന്തതയിൽ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുമ്പോൾ കർത്താവ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കണം, നിങ്ങൾ ഈ മോഡലിൽ പ്രാർത്ഥിക്കണം, നിങ്ങളുടെ പ്രാർത്ഥനയുടെ പാറ്റേൺ ഇതായിരിക്കണം. എങ്ങനെയാണ് പ്രാർത്ഥനയുടെ പാറ്റേൺ? ആ പ്രാർത്ഥന നമുക്കറിയാം. ആദ്യം ഒരു സംബോധനാ വാചകമാണ്. എല്ലാവർക്കും അറിയാവുന്ന സംബോധനാ വാചകം എന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആരോട് പ്രാർത്ഥിക്കണം? ആര് പ്രാർത്ഥിക്കണം? എങ്ങനെ സംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം? അതാണ് തുടക്കം. ഇനിയും പ്രാർത്ഥനയ്ക്കകത്ത് അപേക്ഷകളാണ്. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം, ഞങ്ങളുടെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. 6, ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുത്. 7, ഞങ്ങളെ ദുഷ്ടങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണം. അപ്പോൾ 7 പ്രാർത്ഥനാ വിഷയങ്ങൾ അടുക്കി വയ്ക്കുകയാണ്. ഒടുവിലത്തെ ഉപസംഹാരം, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളത് തന്നെ. ആമേൻ. കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്യും. ഇനി ഞാൻ ഇതിനകത്ത് ഒരു വസ്തുത ചോദിക്കട്ടെ. ഭൗതിക വിഷയത്തിന് വേണ്ടിയുള്ള ഇതിനകത്തെ പ്രാർത്ഥന എവിടെയാണ് നിൽക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. പണ്ട് KV സൈമൺ സാറ് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഒടുവിലത്തെ പ്രയോഗം എടുത്താൽ നമേ 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 എന്ന് തന്നെ വരും, അല്ലേ? സ്തോത്രം. കൊച്ചിന്റെ വിസ ശരിയാകാൻ ഇടയാക്കണമേ, പുതിയ അഡ്മിഷൻ ലഭിക്കാൻ കൃപ പകരയണമേ, രോഗശാന്തി തരയണമേ, പുതിയ ജോലി തരാൻ ഇടയാക്കണമേ. ഒടുവിൽ നമേ 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 പ്രയോഗം മാത്രമാണ്. എന്നാൽ ഇതിനകത്ത് ഭൗതിക ആവശ്യത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻഗണനയില്ല. ആദ്യം ആവശ്യമുള്ള ആഹാരമല്ല പറയുന്നത്, ഒടുവിലുമല്ല ആഹാരത്തിന്റെ കാര്യം പറയുന്നത്. ഈ 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുകയും 2 കൈകൾ സ്വതന്ത്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന നമ്മുടെ ശരീരത്തിന്റെ ഘടനയിൽ വയറ് തമ്പുരാൻ എവിടെ കൊണ്ട് സെറ്റ് ചെയ്തെന്നറിയാവും? വയറ് തലയിലല്ല, അവിടെ ആയിരുന്നെങ്കിൽ മുൻഗണന വന്നേനെയും. വയറ് കാലയിലല്ല, അവിടെ ആയിരുന്നെങ്കിൽ അവഗണന വന്നേനെയും. തലയെ വെച്ച് മുൻഗണനയും വേണ്ട, കാലയെ വെച്ച് അവഗണനയും വേണ്ട, സെന്ററിൽ വെച്ച് പരിഗണന മതി. അതിനാ നടുക്ക് കൊണ്ട് ഈ വയറ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വയറിന്റെ ആവശ്യം കൃത്യം പ്രാർത്ഥനയിൽ നടുക്ക് കൊടുത്തു. ആദ്യത്തെ 3 പ്രാർത്ഥനയ്ക്കും ഒടുവിലത്തെ 3 പ്രാർത്ഥനയ്ക്കും കൃത്യം ഇടയ്ക്ക്
അതും എനിക്കുള്ള ആഹാരമെന്നല്ല, ഞങ്ങൾക്കുള്ള ആഹാരം. മറ്റുള്ളവരുടെ ആഹാര കാര്യത്തിൽ കൂടെ എനിക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് വരത്തക്ക വിധത്തിൽ ഞങ്ങൾക്കുള്ള ആഹാരം എന്ന വിഷയം കൊടുത്തു. ഇനിയും ഈ പ്രാർത്ഥനാ വിഷയത്തിൽ ആദ്യത്തേത് സംബോധനാവാചകമാണ്. ആ സംബോധനാവാചകം സ്വർഗസ്ഥരായ ഞങ്ങളുടെ ആരോട് പ്രാർത്ഥിക്കണം, ആര് പ്രാർത്ഥിക്കണം, എങ്ങനെ സംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞാൻ പറയട്ടെ, ആരെയും ഇടയ്ക്ക് നിർത്താതെ ദൈവം നമ്മളെ സാമുദായിക പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വിടുവിച്ച് നമ്മുടെ കണ്ണ് തുറന്നതോർത്ത് ഇന്ന് രാത്രി ശബ്ദം ഉയർത്തി കർത്താവിനെ പാരമ്പര്യത്തിൽ ആയിരുന്ന പശ്ചാത്തലം. ഞങ്ങളുടെ സോണി ബ്രദറൊക്കെ വലിയ പള്ളിയിൽ ആരാധന നയിച്ചുകൊണ്ടിരുന്ന ടീമിന്റെ ഭാഗമായിരുന്നു. കർത്താവിന്റെ ദാസൻ, ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്ന് വിശ്വാസത്തിലേക്ക് ഇറങ്ങി വന്നപ്പോ ഒരു കാര്യം ഓർക്കുക, ഈ പാരമ്പര്യത്തിന്റെ കെട്ട് തകർത്ത് എന്റെ ദൈവം നമ്മുടെ കണ്ണുകളിൽ ദർശനം തന്നതോർത്ത് ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ അമ്മയുടെ കുടുംബത്തിലാണ് അമ്മാച്ചന്മാരോടൊപ്പം എന്റെ ചെറുപ്പകാലം കഴിഞ്ഞത്. എന്റെ അമ്മയുടെ പിതാവ് കത്തോലിക്ക സഭയോടുള്ള ബന്ധത്തിൽ വലിയ ഭക്തനായിരുന്നു. വൈകിട്ടത്തെ കൗമാചൊല്ലലും പള്ളിയിലത്തെ ആരാധനയും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഞാൻ അന്നതുപോലെ ഓർക്കുന്നു, വിശുദ്ധന്മാരുടെ പേരെല്ലാം പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. അന്തിമോസ്, ഈവാനിയോസ്, കൂറിലോസ്, ദീമോസ്, ഇസ്കോരിയോത്തോസ്, യൂലിയോസ്, ഇവരുടെ എല്ലാം പേര് പറഞ്ഞിട്ടൊരു പ്രയോഗമുണ്ട്. ഇവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയും കാവലുമായിരിക്കാൻ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ, അന്തിമോസിനെയും ഇവാനിയോസിനെയും കൂറിലോസിനെയും ദീമോസിനെയും ഇസ്കോരിയോത്തോസിനെയും യൂലിയോസിനെയും ഒക്കെ ഓരോ കേസുകെട്ടുമായിട്ട് കർത്താവെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അവരുടെ റെക്കമെൻഡേഷൻ സ്വീകരിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമേ എന്ന്. നിന്റെ റെക്കമെൻഡേഷൻ അവിടെ ചെന്നെങ്കിലേ ഔത്തിങ്ങളുടെ റെക്കമെൻഡേഷൻ ദൈവം സ്വീകരിക്കത്തുള്ളെങ്കിൽ അവരെ മാറ്റി നിർത്തി നേരിട്ടങ്ങ് നിനക്ക് റെക്കമെൻഡ് ചെയ്തുകൂടെ എന്ന് പറയാൻ ദൈവം നമ്മുടെ കണ്ണ് തുറന്നത് ഓർത്താണ്. ഞാൻ ഇതിനോടനുബന്ധിച്ചൊരു ഉദാഹരണം ചിന്തിക്കാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒരു മനുഷ്യൻ ഒരു ചക്ക ഇടാൻ പ്ലാവിന്റെ ചോട്ടിൽ വന്നു. നമുക്കറിയാമല്ലോ ചക്ക, സ്തോത്രം, മറന്നിട്ടില്ലല്ലോ. ഇതിന്റെ ചോട്ടിൽ വന്ന് നീളമുള്ള ഒരു തോട്ടിലറ്റത്ത് ഒരു അരിവാള് വെച്ച് കെട്ടിയിട്ട് ഈ ചക്കയുടെ ഞെടുപ്പേനോട്ട് കയറ്റിയിട്ട് താഴോട്ട് വലിച്ച സമയത്ത് ഈ ചക്കയുടെ ഭാഗത്തേക്ക് ഉടക്കിയ ഈ അരിവാളിന്റെ ഭാഗത്ത് ആ തോട്ടിയിലുള്ള കെട്ട് മുറുകാഞ്ഞത് കൊണ്ട് തോട്ടി ഊരിഞ്ഞു പോന്നു. അരിവാള് കുത്തി അവിടെ ഇരുന്നു. ഇദ്ദേഹം നേരെ പ്ലാവേ കയറി അനങ്ങാതെ അരിവാളിലെടുത്തു നേരെ താഴെ ഇറങ്ങി വന്നു. അടുത്ത മാടക്കടയിൽ പോയി 50 പൈസ മുടിക്കയർ വാങ്ങിച്ചോണ്ട് വന്ന് ഈ തോട്ടിലിട്ടത് ശരിക്ക് വെച്ച് കെട്ടി ചക്ക ഇട്ട് തിന്നു. എടാ മണ്ടനെ, വെട്ടിയിടാൻ കൈ കിട്ടിയപ്പോ വെട്ടിയിട്ടച്ച് പോരണ്ടേ? വെട്ടിയിടാൻ കൈ കിട്ടിയാലും ഈ തോട്ടി കൂടെ പറിക്കുന്നത് നിനക്കെന്നാ ഇത്ര നിർബന്ധം? നേരിട്ട് അപ്പച്ച എന്ന് വിളിക്കാൻ കൈ കിട്ടിയാൽ അന്തിമോസ്, ഈമാനിയോസും കൂറിലോസും ദീമോസും ഇസ്കരിയോത്തോസും ഇടയ്ക്ക് നിർത്തിയല്ലാതെ പ്രാർത്ഥിക്കാൻ കഴിയാത്തവരുടെ ഇടയിൽ കൃപയാൽ നേരിട്ട് അപ്പ എന്ന് വിളിക്കാൻ ദൈവം നമ്മുടെ കണ്ണ് തുറന്നതോർത്ത് ഇന്ന് രാത്രി ശബ്ദമുയർത്തി പറയണം, ആരെയും ഇടയ്ക്ക് നിർത്താതെ എനിക്ക് അപ്പച്ച എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പദവി തന്നിരിക്കുകയാണ്. എന്നാൽ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഏറ്റവും ഗൗരവമേറിയ 2 ഭാഗങ്ങളുണ്ട്. ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ആഴമായ ആത്മീയ തലങ്ങളിൽ ഈ പ്രാർത്ഥനയെ കൃത്യം 2ആയി തിരിക്കാം. ശ്രദ്ധിക്കണേ. നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം. ചുരുക്കി പറഞ്ഞാൽ നിന്റെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളുടെ. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് അതിപ്രധാനപ്പെട്ട 2 ഘടകം. ഒന്ന്, ഞാനും എന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം. 2, ഞാനും എന്റെ രക്തവും തമ്മിലുള്ള ബന്ധം. നിങ്ങൾക്കറിയാമോ, സകല പാപങ്ങൾക്കും ഏദൻ പറുദീസയിൽ തുടക്കം കുറിച്ച ഒരാദ്യ പാപമുണ്ട്. ആ പാപം തകർത്തത് 2 ബന്ധങ്ങളെയാണ്. ഈ 2 ബന്ധം തകർന്നതോടെ പാപം തുടങ്ങി. സ്തോത്രം. ഏതൊക്കെയാണ് ഈ ബന്ധമെന്നറിയാമോ? ആദ്യമായി ഏദനിലേക്ക് ദൈവം ആദം ഹൗവമാരെ തമ്മിൽ യോജിപ്പിക്കുന്ന സമയം, കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭാവലയത്തിൽ ഹൗവ ആദമിന്റെ കൺമുൻപിലേക്ക്
നടന്നടുത്ത് വരുമ്പോൾ പറഞ്ഞ വാചകം, ഇതെന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും ഇതെന്റെ മാംസത്തിന്റെ മാംസവുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പാപക്കരി പിടിച്ചു കടിച്ച് പാളിച്ച പറ്റി പതനം ഭവിച്ച് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തോട് പരാതി പറയുന്ന ആ പ്രയോഗത്തിനകത്ത് ആദം പറഞ്ഞത്, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്ന ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കുടുംബ ബന്ധം അകലുകയാണ്. എന്നാൽ അതിനേക്കാട്ടിലുപരിയായ ഒരു പ്രയോഗമുണ്ട്, നീ തന്ന എന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ ആരംഭത്തിനു മുമ്പ് അവസാനം കണ്ട നിത്യജ്ഞാനിയായ മഹാദൈവമേ, ഈ പെമ്പ്രനോരത്തിയെ ഉണ്ടാക്കി എന്റെ കൂടെ തന്നപ്പോ നിനക്കറിയത്തില്ലായിരുന്നു ഇവൾ എന്നെ ഈ പഴം തീറ്റിച്ച് ഈ കുഴപ്പത്തിൽ ചാടിക്കുമെന്ന്. ചിലരുടെ മുഖത്ത് നോക്കിയിട്ട് എലിപ്പെട്ടി കയറി വീണ പോലിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എലിക്ക് 3 വേഷങ്ങളുണ്ടെന്നാ പറയുന്നത്. ഒന്നാമത്തേത് പരവേശം, അതെ ആവേശം. രണ്ടാമത്തേത് പ്രവേശം, മൂന്നാമത്തേത് പരവേശം. എന്ന് പറഞ്ഞാൽ രാത്രി ഒരു പരുവാകുമ്പോൾ എര തേടി ഇറങ്ങുന്ന എലി വലിയ ആഗ്രഹത്തോടു കൂടെയാണ് ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ കപ്പക്കഷണം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് ആ വലിയ ആഗ്രഹത്തോടു കൂടെ പുള്ളിക്കാരന്റെ വിശപ്പിനകത്ത് വാതുക്കലോട്ട് വന്ന് ഒരൊറ്റ കയറ്റം കയറുന്ന സമയത്താണ് പുള്ളിക്കാരന്റെ ഈ വലിയ വിശപ്പങ്ങ് തീർന്നു. അകത്തോട്ട് കയറി പെട്ടി അടയുന്നു. തീറ്റിയെല്ലാം കഴിഞ്ഞ് പ്രവേശം കഴിഞ്ഞ് ഇതിനകത്തോട് ചുറ്റി നടപ്പുണ്ട്. ചിലരുടെയൊക്കെ കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇതിനകത്തൂടെ ചുറ്റി നടക്കുന്ന നടപ്പ് പോലെയാണ്. എന്നാൽ ഇന്ന് രാത്രി പ്രത്യേകം ശ്രദ്ധിക്കണേ, ഈ ബന്ധം തകർന്നുകൊണ്ട് അവിടെ ഈ സ്ത്രീ എന്ന് പറഞ്ഞ് ആ രക്തബന്ധത്തിന്റെ തകർച്ച കണ്ടപ്പോൾ, ദൈവത്തോടുള്ള ബന്ധവും തകർന്നപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുടെ അടിത്തറ തകരുകയാണ്. ഈ ദൂത് ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരണമെങ്കിൽ നീ നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം ഏകീകരിക്കപ്പെടണം. നീ നിന്റെ രക്തവും തമ്മിലുള്ള ബന്ധം ഏകീകരിക്കപ്പെടണം. നീ നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം തകർന്നിട്ട്, നീ നിന്റെ രക്തവും തമ്മിലുള്ള ബന്ധം തകർന്നിട്ട് ഈ പ്രാർത്ഥന ഇരിക്കുന്ന കൂരയുടെ മുകളിലേക്ക് എത്തില്ല. ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണോ, നീ നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം ഏകീകരിക്കപ്പെടണം. നീ നിന്റെ രക്തവും തമ്മിലുള്ള ബന്ധം ഏകീകരിക്കപ്പെടണം. ഇന്ന് രാത്രി ഒരു നിമിഷം ആ വലതുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചു, കർത്താവേ, അങ്ങയും ഞാനും തമ്മിലുള്ള ബന്ധം തകരാതെ, അങ്ങയും ഞാനും, ശബ്ദം ഉയരട്ടെ, അങ്ങയും ഞാനും തമ്മിലുള്ള ബന്ധം തകരാതെ, അങ്ങയും ഞാനും മാത്രമല്ല ഞാനും എന്റെ രക്തവും തമ്മിലുള്ള ബന്ധം തകരാതെ ഒരു പൂർണ്ണ വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ വലതുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. മനസ്സിലാക്കാൻ കഴിയാത്ത ചില കുടുംബ തകർച്ചകൾ ആഭ്യന്തരമായി ഭവനത്തിനകത്ത് ആധിപത്യം പുലർത്തി ശാപങ്ങൾ ചില വീടുകളെ വാഴുമ്പോൾ അതിന്റെ പുറകിൽ കുടുംബ ബന്ധങ്ങൾക്കകത്തുള്ള വിള്ളൽ വിജയിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവമേ, എനിക്കൊരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കട്ടെ, ദൈവകൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവിൽ ഈ രാത്രി പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. വാക്കോല് പറഞ്ഞിരിക്കരുത്. ദൈവത്തിന്റെ ഈ രണ്ട് ബന്ധങ്ങളെ തകർക്കാൻ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ട് ബന്ധങ്ങളും ജയകരമായി പ്രാർത്ഥനയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ട് ബന്ധം. ഒന്ന്, അവനും അവന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം അവിടെ തകർന്നു. അവനും അവന്റെ രക്തവും തമ്മിലുള്ള ബന്ധം അവിടെ തകർന്നു. അങ്ങനെയാണെങ്കിൽ ഈ ക്രമീകരണത്തിനാണ് 10 കൽപ്പന ദൈവം നൽകുന്നത്. നിങ്ങൾക്കറിയാം 10 കൽപ്പന എത്ര കൽപ്പലകകൾ എഴുതി കൊടുത്തേ? 10 കൽപ്പന എത്ര കൽപ്പലകകൾ എഴുതി കൊടുത്തേ? ഒരു കൽപ്പലകയിലോ 2 കൽപ്പന. ഈ 2 കൽപ്പലകയിൽ എന്തിനാ കൊടുത്തേ? ഒരു കൽപ്പലകയുടെ 2 വശത്തും എഴുതി കൊടുത്താൽ പോരായിരുന്നോ? സ്തോത്രം. 2 കൽപ്പലക നിങ്ങൾ പരിശോധിക്കണം. അതിൽ ഒന്നാമത്തെ കൽപ്പലകയിൽ കൊടുത്തിരിക്കുന്ന വിഷയം, സ്തോത്രം, ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്കുണ്ടാകരുത്, യാതൊരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്, ശാബത്ത് ദിവസത്തെ ശുദ്ധീകരിപ്പാൻ ഓർക്ക, എന്റെ നാമം വൃഥ എടുക്കരുത്. ഞാൻ ചോദിക്കുന്നു, ഈ കൽപ്പലകയിൽ ദൈവവിഷയമല്ലാതെ പരസ്പര ബന്ധത്തെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഉണ്ടോ? ഒന്നുമില്ല. ദൈവവുമായിട്ടുള്ള ബന്ധം,
കാര്യം ഏതിൽ ആദ്യം തകർന്നത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. കൽപ്പലകയിലെ 1-ാം ഭാഗത്ത് പാപപരിഹാരം ക്രമീകരിക്കപ്പെടുമ്പോൾ അടുത്തു വരേണ്ടതും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. നീ 2-ാമത്തെ കൽപ്പലക എടുക്ക്, അതിനകത്ത് ദൈവ വിഷയമേ ഇല്ല. അവിടെ കൊടുത്തിരിക്കുന്ന എന്താ? നീ വസിക്കുന്ന ഭൂമിയിൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസത്യം പറയരുത്, മോഹിക്കരുത്. ഇത് തമ്മിൽ പാലിക്കേണ്ടതാണ്, ഇത് ദൈവത്തോട് പാലിക്കേണ്ടതല്ല. ഒന്നാമത് ഏതനിൽ തെറ്റിയത് ദൈവത്തോട്. 1-ാമത്തെ കൽപ്പലകയിൽ ദൈവത്തോട് അടുക്കണം. 2-ാമത് ഏതനിൽ തെറ്റിയത് തമ്മിൽ. 2-ാമത്തെ കൽപ്പലകയിൽ മനുഷ്യൻ തമ്മിൽ അടുക്കണം. രാത്രി ഓർക്കുക, ദൈവത്തോടടുക്കാതെയും തമ്മിലടുക്കാതെയും ഉയരുന്ന പ്രാർത്ഥന ഇരിക്കുന്ന കൂരയുടെ മുകളിലോട്ട് പൊങ്ങില്ല പ്രിയരെ. രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്കൊരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നമ്മുടെ കുടുംബത്തിനകത്ത് ഉയരുന്ന പല കൊച്ചു വിഷയങ്ങളും നിന്റെ വിശുദ്ധന്റെ പ്രാർത്ഥനയുടെ അടിത്തറയെ പോലും തകർത്ത് കളയും. രാത്രി ഓർക്കുക, എനിക്കൊരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്ന് കൊതിക്കുന്നെങ്കിൽ ഈ 2 ബന്ധങ്ങളും ഏകീകരിക്കപ്പെടണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട വിഷയം, ആദ്യത്തെ പ്രാർത്ഥന, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം അടുക്കുന്നു. 2, നീയും നിന്റെ രക്തവും തമ്മിലുള്ള ബന്ധം അടുക്കുന്നു. കർത്താവെ, തമ്മിൽ അടുക്കാതെയും രക്തബന്ധങ്ങൾ തമ്മിൽ അകന്നു. എനിക്കൊരു പ്രാർത്ഥനയുടെ മറുപടി പ്രാപിക്കാൻ കഴിയാതെ പ്രാർത്ഥനയുടെ മറുപടിയെ തകർത്തുകൊണ്ട് നിൽക്കുന്ന പൈശാചിക വ്യാപാരങ്ങളെ ആത്മാവിൽ തകർത്തിട്ട് എനിക്കൊരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ എന്റെ അധരത്തിന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ കാണുന്ന സ്വർഗം ഇതിന് മീതെ തുറക്കുകയാണ്. നോക്കുന്ന രാത്രിയാണ് രാത്രി. ചില വാഗ്ദത്തങ്ങൾക്കെതിരെ വാദിക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ പ്രാർത്ഥനയുടെ മറുപടി നടത്താതിരിക്കപ്പെട്ടു അതിനെതിരെ പോരാടി നിൽക്കുന്നതിന്റെ ഇരുവിന്റെ ബന്ധനങ്ങൾ രാത്രി കുഞ്ഞാറിന്റെ രക്തത്തിന്റെ ശക്തി ആശ്രയിച്ച് ആത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ കഴിയാം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ മണ്ഡലം ഉയരണം. മറ്റുള്ളവരെ ഒക്കെ നിങ്ങളങ്ങ് മറക്കണം. ഇനി ചില മിനിറ്റുകൾ നമുക്കൊന്ന് ആത്മാവിൽ ജാഗരിച്ച് പ്രാർത്ഥിക്കണം. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ അധരങ്ങൾ ചലിക്കണം. നിങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില വർഷങ്ങൾ പഴകിയ വിഷയത്തിന്മേൽ എന്റെ ദൈവത്തിന്റെ കരം പ്രാർത്ഥന ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ചില ബന്ധനങ്ങൾ ഇവിടെ അഴിഞ്ഞു മാറുമെന്ന് ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥനയിൽ പോരാടുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ശബ്ദം ഉയരട്ടെ. എല്ലാ നാവിലും പ്രാർത്ഥന ശബ്ദം ഉയരട്ടെ. ദൈവത്തിന് പ്രാർത്ഥന ഉയരട്ടെ. പ്രാർത്ഥന ഉയരട്ടെ. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥന ശബ്ദം ഉയരട്ടെ. നമ്മൾ കരുതി കൂട്ടാതെ ഉപയോഗിക്കുന്ന ചില ഭാഷാ പ്രയോഗങ്ങളുണ്ട്. അത് കുടുംബത്തിനകത്തുയരുന്നതാണ്. ഞാൻ ഈ വിവാഹ ശുശ്രൂഷ നടത്തുമ്പോൾ കൈപിടിപ്പിച്ച് ഉടമ്പടി വാചകങ്ങൾ പറയുമ്പോൾ ഭൂമിയിൽ പരിശുദ്ധ തൃത്വത്തോട് യോജിപ്പിക്കാവുന്ന സകല പദപ്രയോഗങ്ങളും വാരിയിട്ടാണ് യുദ്ധങ്ങളെ കൊണ്ട് ഉടമ്പടി വാചകം പറയിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊക്കെ കല്യാണം കഴിച്ചവരാണല്ലോ. വന്നിരിക്കുന്ന സമയത്ത് ആ കല്യാണം കഴിച്ച രംഗത്തെ കുറിച്ച് ഓർമ്മയുണ്ടല്ലോ.
അങ്ങോട്ട് കൈ അങ്ങോട്ട് കൊടുത്തതിന് ശേഷം ഉടമ്പടി വാചകം പറയിപ്പിക്കും. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദൈവമായ കർത്താവ് ഈ ഭൂമിയിൽ നമുക്ക് അനുവദിക്കുന്ന ഏത് സാഹചര്യത്തിലും ഞാൻ അങ്ങയെ സ്നേഹിച്ചും ബഹുമാനിച്ചും അനുസരിച്ചും കീഴ്പ്പെട്ടും ഞാൻ നിന്നെ സ്നേഹിച്ചും പോറ്റിപ്പുലർത്തിയും ജീവിച്ചു കൊള്ളാമെന്ന് ഉയരത്തിൽ പിതാവായ ദൈവത്തിന്റെയും ജീവികൾക്കും മരിച്ചവർക്ക് ന്യായവിസ്താരം നടത്താൻ ഒരുങ്ങിയിരിക്കുന്ന ക്രിസ്തുവേശുവിനെയും മനുഷ്യഹൃദയത്തിന്റെ അന്തർഗതങ്ങളിലെ പരമരഹസ്യങ്ങൾ ഇടതടവില്ലാതെ അഗ്നിജ്വാല കൊണ്ട് വായിച്ചറിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെയും പരിപാവനമായ തൃത്വനാമത്തിൽ, ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദൃശ്യ ദൂത സഞ്ചയങ്ങളെ സാക്ഷിയാക്കി ഈ സദസ്സിന് നടുവിൽ വെച്ച് ഞാൻ അങ്ങയോട് ഉറപ്പായി ഉടമ്പടി ചെയ്ത് എന്നെ സമർപ്പിച്ചു കൊള്ളുന്നു. രാവിലെ സമയം പേസ്റ്റ് എടുത്തപ്പോൾ നടുക്കൊന്ന് ഞെക്കിപ്പോയി കാലൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഗൗരവത്തോടെ ചിന്തിക്കണം. ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥകളെ പുറങ്കാൽ കൊണ്ട് ചവിട്ടിയെറിഞ്ഞിട്ട് ദൈവപ്രമാണത്തിന് ഒരു വിലയും കൊടുക്കാതെ ദൈവസന്നിധിയിൽ ഉയരുന്ന പ്രാർത്ഥന ഇരിക്കുന്ന കൂരയുടെ മോളിലോട്ട് പൊങ്ങില്ല എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ മുറിക്കകത്ത് എന്റെ വീടിന്റെ കോമ്പൗണ്ടിൽ ഞാനും അങ്ങയും തമ്മിലുള്ള ബന്ധം, ഞാനും എന്റെ രക്തവും തമ്മിലുള്ള ബന്ധം പകരുന്ന യാതൊന്നിനും ഇവിടെ വിടാതിരിക്കത്തക്ക ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കണം. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. ഒരു വാപ്പോലും അടഞ്ഞിരിക്കാതെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള താഴ്ന്നയര ഇരുവിന്റെ അധികാരം ഇന്ന് രാത്രി പ്രാർത്ഥന കഴിയുന്നതിന് മുൻപ് അഴിച്ചു മാറ്റത്തക്ക വിധത്തിൽ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ സകല സാധാന്യ ആധിപത്യങ്ങളെയും സ്വർഗം ഇന്ന് രാത്രി തകർത്തെറിയേണ്ടതിന് എനിക്കൊരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് പുറകിൽ ഞാന് ഊരും പേരും പറയുന്നില്ല, ഒരു സ്ഥലത്തുകൂടെ കടന്നു പോയപ്പോ എന്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞ ഒരു പ്രത്യേക സംഭവം എന്റെ മനസ്സിൽ ഓടിയെത്തി. കോട്ടയം ഡിസ്ട്രിക്റ്റിലാണെന്ന് ഞാനങ്ങ് പറയാം. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഒരു പ്രത്യേക ഭാഗത്തൂടെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു യോഗവേദിയിലൂടെ പോവുക. അപ്പോൾ അറയും നിരയുമുള്ള 1 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു തറവാട് വീട്. അതിന് മേക്കൂരയിലൂടെ കാട്ടുവള്ളികൾ കയറി ഇറങ്ങി അതിഭയങ്കരമായ വിധത്തിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ എന്റെ ഡ്രൈവറിനോട് ഞാൻ പറഞ്ഞു, മോനെ, ആ സ്ഥലത്തെ കുറിച്ച് എന്റെ മാതാപിതാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കാര്യം മറ്റൊന്നല്ല, വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി ഭർത്താവ് ഇറങ്ങി തിരിച്ചു. ഇത് ഡാക്കിനി അമ്മൂമ്മയുടെ കഥയല്ല, ഞാൻ നടന്ന സംഭവം പറയാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ സഹോദരൻ ഇറങ്ങി തിരിച്ചു. ആ സഹോദരി കത്തോലിക്ക വിശ്വാസത്തിന്റെ തീവ്രതയിൽ നിൽക്കുന്ന കാലമായിരുന്നു. എന്തിനേറെ ഈ ദൈവദാസന്റെ ശുശ്രൂഷകന്മാരായ 1-2 പേര് കയറി ചെല്ലുന്ന സമയം ഈ സഹോദരി അല്പം നാവിന് മൂർച്ച കൂടിയ സഹോദരിയായിരുന്നു. ഇവിടെയുള്ള സഹോദരിമാരൊക്കെ നല്ല സഹോദരിമാരാണ്. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ പഴയ ചില സഹോദരിമാരെ സംബന്ധിച്ച് പറഞ്ഞാൽ, സ്തോത്രം, കിണറ്റിൽ തൊട്ടി പോയാൽ പാതാളക്കരണ്ടി വേണ്ട, കയറ് വേണ്ട, ആ പുള്ളിക്കാരിയുടെ നാക്കു മതി അത് എടുക്കാൻ എന്ന് പറയത്തക്ക വിധത്തിൽ കഴിവുള്ള ഒരു സഹോദരിയായിരുന്നു. ഇവിടെ നല്ല സഹോദരിമാരാണുള്ളത്. ഏതായാലും വേണ്ടില്ല, സ്തോത്രം. ഈ ദൈവദാസനും ഇദ്ദേഹത്തോടൊപ്പം സഹോദരനും കൂടെ കയറി ഇങ്ങോട്ട് വരുമ്പോ വീടിന്റെ പുറകോട്ട് ചെന്ന് മൺമട്ടി 2 എടുത്തോണ്ട് ഇങ്ങോട്ട് വന്ന് മുന്നോട്ട് വെച്ചു പറഞ്ഞു, പുള്ളി മാറ്റി വെള്ളയെടുത്ത് പള്ളയം വീർപ്പിച്ച് വല്ലവരെയും കൊണ്ട് ജീവിക്കാതെ കിളച്ച് ജീവിക്കാൻ നോക്ക്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രത്യേക സമയം തന്നെ അപമാനിച്ചു എന്ന കാരണത്താൽ ഈ ദൈവദാസന്മാരോട് പൊക്കോളാൻ പറഞ്ഞതിന് ശേഷം 2 കൈകളും ചുരുട്ടിപ്പിടിച്ച് ഈ ഭർത്താവ് നെഞ്ചത്ത് ഒരിടി ഇടിച്ചതിന് ശേഷം പറഞ്ഞു, നിന്റെ മക്കൾ 2 വിധവകളാകുകയുള്ളൂ, ഞാനിനിയും ഈ വീട്ടിലേക്കില്ല. സ്തോത്രം. ആ 2 ആഴ്ചയ്ക്കുള്ളിൽ സംഭവിച്ച സംഭവം, 2 കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിച്ച് അയച്ചത്
വളരെ പ്രധാനപ്പെട്ട വീട്ടിലേക്കാണ്. എന്നാൽ ഒരു മരുമകന് പെട്ടെന്ന് മഞ്ഞപ്പിത്തം വർദ്ധിച്ചു. ലിവർ പ്രയാസമായി ആ പ്രിയപ്പെട്ടവൻ ലോകത്തോട് വിട പറഞ്ഞു. രണ്ടാമത്തെ മരുമകൻ രണ്ടാമത്തെ ആഴ്ചയുടെ അവസാനം അവിടെയുള്ള ഹൈവേയുടെ അടുക്കൽ ഒരു സ്കൂട്ടറിൽ പിടിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എതിർവശത്തൂടെ പാഞ്ഞു വന്ന ഒരു തടിലോറി ഇദ്ദേഹത്തെ മാത്രം ഇടിച്ച് തെറിപ്പിച്ച് നിലത്തേക്കിട്ട് അതിന്റെ മുകളിൽ കൂടെ കയറി ഇറങ്ങിപ്പോയി. 2 വൈധവ്യങ്ങൾ. ഈ അമ്മയുടെ 2 പെൺമക്കൾ വിധവകളായി മാറിയതിനു ശേഷം ആ കുടുംബം കെട്ടോടെ തകർന്നപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയാം, മറ്റാരും കേൾവിക്കാരില്ലെങ്കിലും നിന്റെ കുടുംബത്തിനകത്തെ അസ്വസ്ഥതകൾ മുഖാന്തരം വരുത്തി വയ്ക്കുന്ന ഭവിഷ്യത്ത് നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ തടയും. ഒരു വിശുദ്ധന്റെ പ്രാർത്ഥനയ്ക്ക് യോജിക്കാത്ത വിധത്തിൽ ഒരു സാധുവായ സ്ത്രീയുടെ കവിൾത്തടം ഒരു വീട്ടിൽ നനഞ്ഞാൽ അത് നിന്റെ വീട്ടിലെ പ്രാർത്ഥനയുടെ മറുപടിയെ തടയും. എന്റെ ദൈവമേ, എനിക്കൊരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അതിന് വിപരീതമായിട്ടുള്ളതൊന്നും എന്റെ വീട്ടിൽ വാഴരുത് എന്ന് കൊതിക്കുന്ന ദൈവമക്കളെ കരങ്ങൾ ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നന്മയുടെ വഴികൾ എത്തിച്ചേർന്ന് കുടുംബത്തെ തകർത്തുകൊണ്ട് വാദിക്കുന്ന ബന്ധങ്ങളെ രാത്രി ആത്മാവിൽ അഴിച്ചത് എനിക്ക് പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്ന് ചോദിക്കുന്ന ദൈവത്തെ ആഗ്രഹിക്കാൻ ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. ഇന്ന് രാത്രി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ ചില ക്ഷേത്രങ്ങൾ അണിയും, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ ചില ബന്ധനങ്ങൾ അണിയും, പ്രാർത്ഥിക്കാൻ ചില അനർത്ഥങ്ങൾ വഴിപാട് പ്രാർത്ഥന ഇടത്ത് ഉണ്ടാകാൻ തുടങ്ങുന്ന അപകടങ്ങളെ ഈ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കാനുള്ള അധികാരം ദൈവം പകരുന്നു. വേർപെട്ട ദൈവമക്കളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ദൈവസന്നിധിയിൽ വരാൻ പോകുന്ന ചില അനർത്ഥങ്ങളെ നിങ്ങൾക്ക് ഉറക്കം കളഞ്ഞോർപ്പിച്ച് അനർത്ഥങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ മേൽ അധികാരം പകർന്നിട്ടുണ്ട്. അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കളായി പറയാം, അത് നിന്റെ വീട്ടിൽ നടക്കാതിരിക്കത്തക്ക വിധം കുടുംബത്തിനകത്ത് ദൈവപ്രവർത്തിയെ തടയുന്ന ഇതിന്റെ വ്യാപാര ശക്തികളുടെ മേൽ രാത്രി കർത്താവിന്റെ പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ദൈവമക്കളെ ആത്മാവിൽ അന്യഭാഷയെ പ്രാർത്ഥിക്കാത്ത ഒരു ദൈവമക്കളെ ഇതിനകത്തിരിക്കുന്നു. എന്ന് പറഞ്ഞൊരു ദൈവദാസനെ നിങ്ങൾക്കറിയാമായിരിക്കും. പന്തള സ്വദേശിയെ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഏക മകൻ അന്നത്തെ വറുതിയുടെ സമയത്ത് ഗൾഫിലേക്ക് പോയി ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് കൊടുത്ത വിട്ടത്. ജോലി എന്തെങ്കിലും തരപ്പെട്ട് കിട്ടണമെന്നുള്ള കൊതിയോടെ കടമെടുത്താണ് വിട്ടത്. പക്ഷേ മകൻ സന്ധ്യയ്ക്ക് കുമ്പനാട് കൺവെൻഷൻ നടക്കുമ്പോൾ പ്രസംഗകനായി പാസ്റ്റർ കെ സി തോമസ് ശുശ്രൂഷിക്കുന്ന അന്ന് വൈകിട്ട് ഈ അപ്പനും അമ്മയും ഫെയ്ത്തും അടച്ച് വീട്ടിൽ നിന്ന് ഗ്രൗണ്ടിലോട്ട് വരുന്നതിന് മുൻപ് ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. പപ്പ, എനിക്കിനിയും പിടിച്ചു നിൽക്കാൻ നിവർത്തിയില്ല. നാളെ വിസ ഡേറ്റ് തീരുകയാണ്. ആയതുകൊണ്ട് ഇന്ന് വൈകിട്ട് ഞാൻ തിരികെ പോരാൻ തക്കമുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. ആ ഭാര്യയും ഭർത്താവും കൂടെ അന്നത്തെ സ്റ്റേ ഫോണിന്റെ മുൻപിൽ വിവരങ്ങൾ കുറെ കൂടെ വിശദീകരിച്ച് ചോദിച്ചതിന് ശേഷം രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, കർത്താവേ, എന്റെ തലമുറ തിരിച്ചു വന്നാൽ ഞാൻ തല കുനിക്കപ്പെടുമെന്ന് മാത്രമല്ല, ഈ കടം കൊടുത്തു തീർക്കാൻ എന്റെ കയ്യിൽ പണമില്ല. രണ്ടുപേര് കണ്ണ് നനഞ്ഞതിന് ശേഷം യോഗത്തിന് വന്നു. യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയെ കുറിച്ച് അവിടെ വചന ശുശ്രൂഷ നടക്കുമ്പോൾ ഒരു വശത്തിരുന്ന സഹോദരി കരമുയർത്തി കരയുക. 8 മണിയായ സമയം. മറുവശത്തിരുന്ന ദൈവദാസൻ കരമുയർത്തി കരയുക. നിങ്ങൾ ഓർക്കണം, അന്ന് രാത്രി യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും ഫോൺ വന്നു.
പപ്പ അത്ഭുതം നടന്നു. ഒരു അരമണിക്കൂർ മുമ്പ് ഇന്ന കമ്പനിയുടെ ഉടമസ്ഥൻ മറ്റൊരിടത്ത് പോയ വഴിക്ക് ഇതുവഴി വന്നു, എന്നെ കണ്ടൊന്ന് പരിചയപ്പെട്ടു. ജോലിയില്ലാതെ മടങ്ങാൻ തുടങ്ങുന്നെന്ന് പറഞ്ഞപ്പോൾ നാളെ രാവിലെ ഓഫീസിൽ വരിക, നിനക്ക് വേണ്ട വിസ ഞാൻ ക്രമീകരിച്ചിരിക്കും എന്ന് വാക്ക് പറഞ്ഞു. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കണം. രണ്ടുപേര് കൈകോർത്ത് പിടിച്ച് ബോർഡിന്റെ മുൻപിൽ കരഞ്ഞപ്പോൾ സ്വർഗം കനിഞ്ഞിടപെട്ടത് യാഥാർത്ഥ്യമാണെങ്കിൽ മറ്റാരും പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങൾ ഭാര്യയും ഭർത്താവ് കൈകോർത്ത് പ്രാർത്ഥിച്ചാൽ ചില വിഷയങ്ങളെ അടിച്ചു മാറ്റാൻ ദൈവത്തിന്റെ കരം തെളിക്കും. മറക്കരുത്, ഇത് നടക്കാതിരിക്കാൻ ബാധിക്കുന്ന ഒരു ശക്തിയുണ്ട്. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് എനിക്കൊരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ഞാനും എന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം, ഞാനും എന്റെ രക്തവും തമ്മിലുള്ള ബന്ധം, അത് അക്കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് എനിക്കൊരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കത്തക്ക വിധം എന്റെ സാഹചര്യത്തെ അവിടുന്ന് കൈയേൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. എന്റെ കൂടപ്പിറപ്പേ, നിന്റെ കുടുംബത്തിനകത്ത് ഈ പ്രാർത്ഥന ഉയരാതിരിക്കാൻ, എന്റെ വാത്സല്യ സഹോദരി, നിന്റെ ഭവനാങ്കണത്തിൽ ഈ പ്രാർത്ഥന ഉയരാതിരിക്കാൻ, നിങ്ങളുടെ കുടുംബത്തിനകത്തെ ഇഴയടുപ്പത്തെ തകർത്ത് നിങ്ങളുടെ ആത്മബന്ധത്തെ മുച്ചൂട് മുടിച്ച് വാദിക്കുന്ന പൈശാചിക വ്യാപാരങ്ങളെ ഈ രാത്രി അടിച്ചു മാറ്റിയിട്ട് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തിയുടെ വ്യാപാരത്താൽ ഇതുവരെ സംഭവിക്കാത്ത അടയാളങ്ങൾ നിന്റെ വീട്ടിൽ നടക്കത്തക്ക വിധത്തിൽ പ്രാർത്ഥന കൂട്ടുമാറ്റാൻ യേശുവിന്റെ കരം വ്യാപരിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത, നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത, ഉറപ്പിക്കണേ എന്നാണ് നിറയ്ക്കായ എന്റെ ശുദ്ധാത്മാ, ഉറപ്പിക്കണേ എന്നാണ് നിറയ്ക്കായ എന്റെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ ചുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ, ഓ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ ചുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത, ഓ നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. യേശു പഠിപ്പിച്ച ചരിത്ര പ്രസിദ്ധമായ പ്രാർത്ഥന പൂർണ്ണതയിലെത്തുന്നത് കാൽവറിയിലെ ക്രൂശിലാണ്. മലർത്തിക്കിടത്തി കൈകാലുകൾ ആണിയോട് ചേർത്തടിക്കാൻ നേരത്ത് അവിടുന്ന് മുകളിലേക്ക് ഉയർന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. മനുഷ്യവർഗത്തെ ക്രൂശ് ദൈവത്തോട് അടുപ്പിക്കുന്നു.
തൂങ്ങിക്കിടന്ന് പിടയുന്ന സമയം താഴെ നിൽക്കുന്ന യേശുവിന്റെ അമ്മ മറിയേയും യോഹന്നാനെയും തമ്മിൽ കണ്ടിട്ട് പറയുന്നു, യോഹന്നാനേ, ഇതാ നിന്റെ മകൻ. അതെ സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനേ, ഇതാ നിന്റെ അമ്മ. കാര്യമെന്താ? ഒന്ന്, മനുഷ്യവർഗത്തെ അവിടുന്ന് ദൈവത്തോട് അടുപ്പിച്ചു. രണ്ട്, മനുഷ്യനെ തമ്മിൽ അടുപ്പിച്ചു. ഞാൻ പറഞ്ഞു നിർത്തട്ടെ. കുരിശിന് രണ്ട് തടി കഷണങ്ങളുണ്ട്. ഒന്നാമത്തെ തടി തിരച്ചീനം, രണ്ടാമത്തെ തടി ലംബം. തിരച്ചീനമായ തടി പറയുന്നു, മനുഷ്യായി ക്രൂശ് നിങ്ങളെ തമ്മിൽ അടുപ്പിക്കും. മുകളിലോട്ട് നിൽക്കുന്ന തടി പറയുന്നു, മനുഷ്യായി ക്രൂശ് നിന്നെ ദൈവത്തോട് അടുപ്പിക്കും. പ്രാർത്ഥനയിൽ ഈ രണ്ടു ബന്ധങ്ങൾ ഏകീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ആ പ്രാർത്ഥന പ്രഹസനമാണ്, ആ പ്രാർത്ഥന അഭിനയമാണ്, ആ പ്രാർത്ഥന നാടകമാണ്. ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന സ്വർഗം ചലിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. ഈ ശുശ്രൂഷയിൽ അവസരമൊരുക്കിയ പ്രിയപ്പെട്ടവർക്ക് നന്ദി പ്രകാശിപ്പിച്ച് വിരമിക്കുന്നു. ഒരു വാക്കുകൂടെ നമുക്കൊരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും